അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 2 ലാലേട്ടൻ്റെ രണ്ടാമത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കോമണേഴ്സായിട്ട് അതിൽ എൻട്രി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വർത്തമാനമായിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ പ്രൊമോയിൽ തന്നെ കോമണേഴ്സിന് അവസരമുണ്ട്, അത് ഒന്നിൽ കൂടുതൽ കോമണേഴ്സിന് അവസരമുണ്ടാവും എന്നൊരു സൂചന നൽകിയിരുന്നു. അത് ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണെന്നും പറഞ്ഞിരുന്നു. അത് അറിഞ്ഞപ്പോൾ തുടങ്ങി എല്ലാവരും കോമണേഴ്സായിട്ട് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അതിൻ്റെ ഒരു രണ്ടാമത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് പറയാം, അഗ്നിപരീക്ഷ അങ്ങനെ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ടെലിവിഷൻ ടെലികാസ്റ്റൊക്കെ പിന്നീട് വരികയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഇതെല്ലാം ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജൂൺ 15 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ലാലേട്ടൻ പറയുന്നത് 3 മിനിറ്റിൽ താഴെയിട്ടുള്ള വീഡിയോ, നിങ്ങളുടെ നിലപാടുകളും വ്യക്തിത്വങ്ങളും വ്യക്തമാക്കുന്ന ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ രീതിയിലുള്ളൊരു വീഡിയോ നിങ്ങൾ തയ്യാറാക്കുക. അത് ഏഷ്യാനെറ്റിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജൂൺ 15 തന്നെ അത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും, ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കാം, അതിലൊരു ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടായിരിക്കാം. അങ്ങനെ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകളെ ആയിരിക്കാം ഇവർ വിളിക്കുന്നത് നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും. അതിൽ നിന്നും എടുക്കുന്ന ആളുകൾക്കായിരിക്കാം ചിലപ്പോൾ ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ആ ഒരു ഷോയിലേക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ അഗ്നിപരീക്ഷ എന്നുള്ളൊരു ഷോയിൽ കയറി അതിൽ മത്സരിച്ച് ചിലപ്പോൾ ജഡ്ജസ് സെലക്ട് ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ വോട്ടിനിടുമായിരിക്കാം, നമ്മൾ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാമായിരിക്കാം. അതിൽ പെർഫോം ചെയ്യുന്ന ആളുകളെ കുറച്ച് പേരെ ആയിരിക്കാം സീസൺ 8 മറ്റുള്ള സെലിബ്രിറ്റികളുടെ കൂടെയും സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെയും എല്ലാം എൻട്രി കൊടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ കോമണേഴ്സിന് ഉള്ള ഒരു ഭാഗ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, സെലക്ട് ചെയ്യപ്പെടുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 സെലക്ട് ചെയ്യപ്പെടുന്ന എല്ലാവരും ഓൾറെഡി സെലിബ്രിറ്റി ആയിട്ടായിരിക്കും അതിൽ എൻ്റർ ചെയ്യാൻ പോകുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കോമണേഴ്സായിട്ട് കയറും. ഈ പനീഷിനെ പോലെയുള്ള ആളുകൾ ആദ്യത്തെ ഒരാഴ്ച പിടിച്ചു നിന്നുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് കയറാൻ പറ്റിയത്. പക്ഷേ ചില ആളുകൾ ഇപ്പോൾ ഗോപിയെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിരിക്കണം അഗ്നിപരീക്ഷ ചിലപ്പോൾ 1-2 ആഴ്ച ഉണ്ടായിരിക്കാം. അതിലൂടെ അവരുടെ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുമായിരിക്കാം. അപ്പോൾ ആ പെർഫോമൻസിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓൾറെഡി അവർ കയറി പറ്റും. എന്നിട്ടാണ് അവർ മെയിൻ ആ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും എല്ലാം ഉണ്ടായിരിക്കാം. അതിനോടൊപ്പം ഇവരും ഏകദേശം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തുന്നവരായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പ്രൊമോയിൽ നമ്മൾ അനീഷിനെ കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ ആദ്യത്തെ പ്രൊമോ കണ്ടുകൊണ്ടാണ് അനീഷ് ഇരിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഗോപിക വരുന്നു, പിന്നെ നന്ദന വരുന്നു, പിന്നെ റസ്മിൻ ഖാനും വരുന്നു. ഇവരെല്ലാവരും ഇവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളും ഈ ബിഗ് ബോസ് ഷോ അവരുടെ ജീവിതത്തിലുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കോമണേഴ്സായിട്ട് മത്സരിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കണം ഈ പ്രൊമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ലാലേട്ടൻ ഈ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 ആരംഭിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. അതിൽ അഗ്നിപരീക്ഷ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ. അപ്പോൾ എല്ലാവരും ശക്തമായി തന്നെ ഇതിൽ പങ്കെടുക്കുക. ഇതിൽ ബിഗ് ബോസ് മലയാളം സീസണിലേക്ക് പങ്കെടുക്കാനായിരിക്കുന്ന കോമണേഴ്സിന് ഏറ്റവും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവസരം തന്നെയാണ്, ഒരു സുവർണ അവസരം എന്ന് പറയുമ്പോഴുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ 100% യൂസ് ചെയ്യുക. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 അപ്ഡേറ്റുകൾ അപ്പോൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.